ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിതാ ഞാൻ നല്ല ദോശ ചുട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ബിരിയാണി വെക്കാനായിട്ട്. അപ്പോൾ നീനു 2 ദിവസം തട്ടിമുട്ടി നിന്ന് പൊളിന്ന് ലീവ് കഴിഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ പോവാണ്. അപ്പോൾ ഓൾ ഇന്നലെ ഇങ്ങനെ പറയുന്നത് നമ്മച്ചിൻ്റെ ഫുഡൊന്നും ഇപ്രാവശ്യം വന്നിട്ട് കഴിച്ചിട്ടില്ല. കല്യാണ പരിപാടിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഓക്ക് ഇന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചത് നല്ല കുറവായിരുന്നു. രാത്രി മാത്രമാണ് ഇന്ന് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് രാത്രി മാത്രം കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ഇന്ന് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോവല്ലേ, അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാം, രാവിലെ തന്നെ വേഗം ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷേ ഇതുമ്പോൾ മദ്രസിട്ട് വരുമ്പോൾ ഓക്ക് വിശക്കും. പിന്നെ മൂപ്പർ നേരത്തെ എഴുന്നേൽക്കും, എൻ്റെ പോലെ ഒന്നുമല്ല. അപ്പോൾ മൂപ്പർക്കും വിശക്കും. അപ്പോൾ ഓൾക്ക് ഞാൻ വേഗം ഒരു 4-5 അപ്പം ചൂടാന്ന് കരുതിയിട്ട് വേഗം അങ്ങനെ അപ്പം ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അത് ചുടലൊക്കെ കഴിഞ്ഞ് ഓല് ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം ഞാൻ ബിരിയാണി വെക്കുന്ന പരിപാടിക്കാണ് നിന്നു കേട്ടോ. റോള് ഒക്കെ ഒരു 11:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആവണമല്ലോ. അപ്പോൾ ഞാൻ വേഗം കണ്ടിട്ട് അതിനെ നിന്ന് ഉള്ളിയൊക്കെ വാട്ടി നെയ്ച്ചോറൊക്കെ നിൽക്കുന്നുണ്ട്. ചിക്കൻ അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്കുള്ള ഉള്ളിയാണത് ഞാനിങ്ങനെ വാട്ടിയെടുക്കണത് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് നമ്മൾ കറുവാമ്പട്ട, ഏലക്കായി, പിന്നെ ഒരു ഇല ഉണ്ടല്ലോ, എന്താണ് നെയ്ച്ചോറിൻ്റെ ഇല, അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇപ്രാവശ്യം നമ്മൾ സാധനം വാങ്ങാൻ പോയപ്പോൾ ഞാൻ ഇല കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഇപ്രാവശ്യം ഞാൻ നെയ്ച്ചോറ് വെക്കണത് കേട്ടോ. അപ്പോൾ പക്ഷേ അതുകൊണ്ട് എന്താ അതിൻ്റെ ഇതുമൂന്ന് തീരെ പറ്റില്ലോളൂ. ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കടിക്കുന്നുണ്ട് ഉമ്മച്ച്. അതൊന്നും എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. ഉമ്മച്ച് ഇതിൻ്റെ അധികമൊക്കെ അതൊക്കെ അതും ഇതൊക്കെ ഇടണമെന്നൊക്കെയാണ് ഓളെ ചോദ്യം. എന്തായാലും ഞാൻ അതൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തൊന്നൊരു മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉള്ളി നരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നെരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് നരിഞ്ഞ് വന്നു. ഇതാ ഞാൻ കോരി എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം, ഞാൻ 1 കിലോ റൈസാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിന് 6 ഗ്ലാസ് ആട്ടോ 1 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് 12 ഗ്ലാസ് വെള്ളം നമ്മൾ കറണ്ട് അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേഗം ഈ ഉള്ളി കോരി വെച്ചതിന് ശേഷം ഞാൻ വെള്ളം തിളപ്പിച്ചത് എടുക്കാനാണ് പോയത് കേട്ടോ. പിന്നെ അത് നല്ല തിളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഇതിപ്പോൾ 9 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ. ബാക്കി 3 ഗ്ലാസ് ഞാൻ പിന്നെ വേറെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് തിളച്ചപ്പോൾ നമ്മൾ അരിയൊക്കെ എടുത്ത് സെറ്റാക്കി വന്നു കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ തിളച്ചിങ്ങനെ വന്ന് നമ്മൾ അരി ഇടാൻ നിൽക്കുന്ന സമയത്ത് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ ആ കഴുകി വെച്ച അരി ഇട്ട് കൊടുത്തു. ഇപ്പം ഉമ്മ എപ്പോഴും പറയും പിന്നെ നമ്മൾ അരി ഇടാൻ നിൽക്കുമ്പോൾ ഗരം മസാല ഇടാൻ പറ്റുള്ളൂ, അതിന് മുന്നേ ഇട്ട് വെള്ളം തിളക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാന്നുള്ള ആ സമയത്താണ് ഇട്ട് കൊടുത്തത്. അത് അരി ഇട്ട് കൊടുത്തു. പിന്നെ അതവിടെ വേകുമ്പോൾക്ക് നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ ബിരിയാണിക്കുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ അരിയാമെന്ന് വിചാരിച്ച് അതിവിടെ നന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഇളക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് തിള വന്നിട്ട് തീ കുറച്ച് വെക്കാമെന്ന് കരുതി. എന്നാൽ പിന്നെ മൂടി വെച്ചാൽ ചെറിയ തീയിൽ അങ്ങനെ വെന്തോളൂ. അപ്പം നമുക്ക് പിന്നെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അങ്ങോട്ട് തിളച്ചാൽ തീ കുറച്ച് മൂടി വെച്ചാൽ മതിയല്ലോ, നല്ല സെറ്റ് ആയിക്കോളും കരുതി. പിന്നെ അത് നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ പൊന്തി കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് റെഡിയായി. അപ്പോൾ നമ്മൾ റൈസ് റെഡിയായി. പിന്നെ ഉള്ളി ഞാൻ തോലൊക്കെ തൊലിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് ഞാൻ. 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്. മസാല നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മസാല കുറച്ച് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇടും കേട്ടോ. എനിക്ക് അതിൻ്റെ ഈ ഒരു തക്കാളീൻ്റെ പുളിയും സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ഒരു പ്ലേറ്റ് നിറച്ച് അങ്ങോട്ട് എരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ വേഗം അടുപ്പത്ത് നമുക്ക് ബിരിയാണി ദമ്മിടാനുള്ള ചെമ്പട്ടി വെച്ചു. പിന്നെ ഓയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നീനുട്ടിക്കാണെങ്കിൽ ഇന്ന് രാവിലെ ഓക്ക് പല്ല് ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ. ഓക്ക് പല്ലിൻ്റെ ഇടം എന്തെങ്കിലും ഒരു ചെറിയൊരു കറ പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടുന്ന് ജോലി എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ വരുന്ന ആര് വന്നാലും നല്ല ചിരിച്ചൊക്കെ നിൽക്കണം. അപ്പോൾ പല്ല് ക്ലീൻ അതിൽ ചെറിയ കറ ഉണ്ടായിട്ട് ഭയങ്കര ഓളെ കോൺഫിഡൻറ്റ്, ചിരിക്കാനൊരു കോൺഫിഡൻറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ആഴ്ചയായി എന്നോട് ഇങ്ങനെ പറയണം ഉമ്മച്ചി പിന്നെ എൻ്റെ പല്ലൊന്ന് ക്ലീൻ ചെയ്ത് തരുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ നീട്ടി പോവാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓളെ ബ്ലഡിൻ്റെ ടെസ്റ്റ്, കാൽസ്യത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാനും കാര്യം ഈ ലീവിന് വരുന്ന സമയത്തല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആകെ ഒരു ദിവസം ലീവ് ഉണ്ടാവും ചെയ്യും. ആ വരുന്ന ടൈമിലാണ് നമ്മൾ ഓരോരോ ഓളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതും വേറെ എന്തെങ്കിലും ചെയ്യാനുള്ളതും അല്ലെങ്കിൽ കുറച്ച് ബ്യൂട്ടി സാധനങ്ങളൊക്കെ വാങ്ങാണ്ടോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ പോകാണ്ടോ ഒക്കെ എല്ലാം ഈ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ വരുന്ന ടൈമിലല്ലേ നമ്മളാക്കുക. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു കാൽസ്യത്തിന് ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു. അതാണ് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓക്ക് കാൽസ്യം നല്ല കുറവായിരുന്നു, ഇപ്പോൾ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഇടയിലാണ്
ഓൾ എണീറ്റ് വന്നു. അപ്പോൾ 10:30ക്കാണ് ഡോക്ടർ വരിക, ക്ലീൻ ചെയ്യാനുള്ള ഡോക്ടർ വരികയായിരുന്നു. അപ്പോൾ ഓൾ പോകുമ്പോഴുള്ള ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വന്ന ചിലപ്പോൾ ടൈം ഉണ്ടാവും അറിയില്ല. ഓൾക്ക് 11:30-11:45 ബസ്സിന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഓൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പോണത്. പിന്നെ എന്നെ കൊണ്ട് മുടിയൊക്കെ മുടയിപ്പിച്ചു, എന്നെ മുടി വാറണ്ടല്ലോ എന്ന് വെച്ച്. പിന്നെ ഒക്കെ ഓൾ അവിടെ ചെന്നിട്ടാണ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇടുക. അപ്പോൾ വെയിലായതുകൊണ്ട് ഇവിടെ നിന്ന് ഇട്ട് പോകില്ല കേട്ടോ. കാരണം എന്തിടാണെങ്കിലും ബസ്സിൽ പോയി അവിടെ എത്തുമ്പോഴേക്കും ആകെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഓൾ അവിടെ എത്തിയിട്ടാണ് ഇപ്പോൾ എല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ അതാ ഓൾ പോയി, ഞാൻ വേഗം കിച്ചൺ കൂടി വരികയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഒക്കെ ഇവിടെ കൊണ്ടേ വെച്ചിട്ടുള്ളൂ, കൊണ്ടുപോകാൻ ഉള്ളതൊക്കെ പാക്ക് ചെയ്യാനും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കിച്ചണിൽ പരിപാടികളൊന്നും തീർന്നിട്ടില്ല. ഇതും അവിടെ ഉള്ള റൂമിൽ എന്തൊക്കെയോ പരിപാടിയിലാണ് കേട്ടോ. നമ്മളിവിടെ ചിക്കൻ സെറ്റായിട്ടേ ഉള്ളൂ. തൈരൊക്കെ ഒഴിച്ചു, മല്ലിച്ചപ്പും പൊതിനയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു, മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഇതാ ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച റൈസ് ആദ്യം പകുതി ഇട്ട് കൊടുത്തു, എന്നിട്ട് മല്ലിച്ചപ്പ് പൊതിനയും പിന്നെ ബിരിയാണീൻ്റെ മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഏറ്റവും ലാസ്റ്റ് ദമ്മിടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ വാട്ടി വെച്ച ഉള്ളിയും മല്ലിച്ചപ്പ് പൊതിനയും പിന്നെ അതിലേക്ക് ബിരിയാണിയുടെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ജസ്റ്റ് കൂട്ടി കുഴച്ച് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് നെയ്യും കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല നെയ്യാണ് കേട്ടോ, മിൽമ നെയ്യ് തന്നെയാണ് ഞാൻ വാങ്ങാറുള്ളത്. ഇപ്രാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഒരു വേറെ നെയ്യുണ്ട്, ഓഫറുള്ള നെയ്യുണ്ട്, അത് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വേണ്ട, ഇങ്ങനെ മിൽമ നെയ്യ് തന്നെ മതി, നമുക്ക് ഓരോന്ന് ഉപയോഗിച്ചാൽ പിന്നെ അതന്നെ കിട്ടണമല്ലേ. അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ അതന്നെ വാങ്ങിയപ്പം മേലെ ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് ദമ്മിടുകയാണ്. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ നല്ലൊരു മൂടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കി ആ ഒരു പാത്രം കണ്ട് വെച്ച് കൊടുക്കണുള്ളൂ. പിന്നെ തീ കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കും, പിന്നെ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ ദം ഓഫ് ആക്കൽ കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഇത് അവിടെയൊക്കെ ആകെ ബിരിയാണിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. അതൊക്കെ നന്നാക്കണതിന് മുന്നേ നമുക്ക് വേഗം പാക്ക് ചെയ്യാം, കാരണം അതാണ് ഇമ്പോർട്ടൻ്റ്. വീട് പിന്നെയും ക്ലീൻ ചെയ്യാമല്ലോ. പിന്നെ വേഗം സമയം ഇന്നലെ രാത്രിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല, അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പുകളാണ്, ജീൻസിൻ്റെ ടോപ്പുകളാണ് അധികവും, പിന്നെ 1-2 ലോങ് ടോപ്പ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ ഓള് പൊത്തും ഒക്കെ തിരുമ്പാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഓളെ മുണ്ട്, തോർത്തുമുണ്ട്, അടിവസ്ത്രങ്ങൾ, സോക്സ് സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടോ. വെച്ചതിന് ശേഷം ഞാൻ വേഗം പിന്നെ ചിക്കൻ പൊരിക്കാനും പപ്പടം പൊരിക്കാനൊക്കെ നിന്നു. കാരണം ഓള് ക്ലീനിപ്പ് പിന്നെ ബ്രഷ് ഇത് കഴിഞ്ഞ് വന്നാൽ വേഗം അങ്ങോട്ട് പോകാനുള്ള ഒരുക്കമായിരിക്കും. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം വന്ന് ഓള് വരുമ്പോഴേക്കും പപ്പടമൊക്കെ പൊരിച്ച് ഒക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. എന്നാൽ വന്നേക്കെ ഫുഡ് കൊടുത്ത് പറഞ്ഞേക്കാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഓളിതാ വന്നിട്ടുണ്ട്, പല്ലൊക്കെ ക്ലീനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വേഗം അപ്പം മുതിമോ പൊളിക്കണുണ്ടായിരുന്നുള്ളൂ, വേഗം കൊണ്ടുവച്ചെങ്കിൽ വിശക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ പൊരിക്കാനും ഇട്ടിട്ടുണ്ട്, പപ്പടം പൊരിക്കണുണ്ട് കേട്ടോ. അങ്ങനെ ഒക്കെ ചട്ടിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചൂടാണ് നേരം കൊണ്ട് ഞാൻ ദമ്മൊക്കെ പൊളിച്ച് സെറ്റാക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്നിട്ട്. അപ്പോൾ ഞാൻ വേഗം അതങ്ങനെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചിക്കന് ഒക്കെ ഞാൻ 4 കഷ്ണം മസാല പേസ്റ്റ് തേച്ചുള്ളൂ, ബാക്കി എല്ലാവർക്കും പൊരിക്കണില്ല കേട്ടോ. ഓക്ക് മാത്രം പൊരിക്കാച്ചു. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കനൊക്കെ പൊരിച്ച് കഴിക്കണതല്ലേ, ഓക്ക് അവിടെ നിന്ന് അങ്ങനെ കിട്ടൂല, അപ്പോൾ പൊരിച്ചതൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ ഓക്ക് മാത്രം സെപ്പറേറ്റ് പൊരിച്ചു. നമുക്ക് ബിരിയാണിത്തെ ബീഫ് ചിക്കനിനെ മതിയെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ പപ്പടം 2 പെട്ടെന്ന് നോക്ക് വേണ്ടിയിട്ട് 2 വേഗം പൊരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ചോറ് വിളമ്പിയിട്ട് വേഗം കൊടുക്കാമെന്ന് കരുതു. 2 പപ്പടം മാത്രമേ ഇപ്പോൾ പൊരിക്കണുള്ളൂ നമുക്കൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഓൾ പോയിട്ട് തിന്ന് സമാധാനത്തോടെ പൊരിച്ച് തിന്നാലോ, അതിന് നേരമില്ല. പിന്നെ തീ ഓഫ് ആക്കിയിട്ട് വന്നിട്ട് ബാക്കിയുള്ള ബിരിയാണിയൊക്കെ നമ്മൾ ഒഴിച്ചതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ വേഗം ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഒക്കെ ഇതവിടെ വിളമ്പി കൊണ്ടേ വെച്ചിട്ടുണ്ട്. ഓളിങ്ങനെ റെഡി ആവുകയാണ്. ചെറുതായിട്ട് ഈ എന്താ പറയുക, ഈ സൺസ്ക്രീമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തേക്കണുള്ളൂ കേട്ടോ. കാരണം വെയിലത്ത് പോവുമല്ലേ, അപ്പോൾ സൺസ്ക്രീമൊക്കെ എന്തെങ്കിലും തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഖം പൊള്ളി ആകെ ഇതാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് സെറ്റാക്കണം. എൻ്റെ അമ്മ എന്ത് ചൂടാല്ലേ, നമുക്ക് പുറത്തിറങ്ങി ഇപ്പോഴാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ 12 മണിക്ക് ബസ്സിലൊക്കെ പോകുമ്പോഴേ ഞാൻ ഓളോട് പറഞ്ഞു ഈ അരൂലിരിക്കാൻ നിൽക്കണ്ട, ബസ്സിൻ്റെ പക്കത്ത് ഇരുന്നുകൊണ്ടിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മക്കളവിടെ പൊള്ളി നാശമാവണ്ടല്ലോ എന്ന് കരുതിയിട്ടോ. ഏതായാലും ഞാൻ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. ബിരിയാണി രസമുണ്ടോ, മൂപ്പരത് അടുക്കളയിൽ മൂപ്പര് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഇതുമൂന്ന് ഒരു ഉരുളൊക്കെ വാരി കൊടുത്തു. അങ്ങനെ അത് അവൾ ഇറങ്ങായിട്ടോ. ഞാൻ വേഗം കൈയൊക്കെ കഴുകി വന്നു. അവൾ വേഗം ഇറങ്ങിയിട്ടുണ്ട്. പാക്ക് ചെയ്ത ബാഗൊക്കെ ഞാൻ ആദ്യം ഇവിടെ സിറ്റൗട്ടിൽ കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു. നോക്ക് ഒന്നിനും നേരമില്ല കേട്ടോ. ഇപ്രാവശ്യം വന്നിട്ട് ഫുള്ള് ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു. മര്യാദയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അടുത്ത ആഴ്ചയുള്ള ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു പോസ്റ്റ് ചെയ്യാനൊരു ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇത് ഉമ്മയൊക്കെ തരുന്നത് കേട്ടോ. പിന്നെ ഓക്കൊന്ന് ഇപ്രാവശ്യം ഓക്ക് നല്ലൊരു എന്തോ അറിയില്ല, എല്ലാ വർഷത്തെ പോലെയല്ല ഇപ്രാവശ്യം ഓക്ക് പോകാൻ ഭയങ്കര മടിയും ഒരു
അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോകാതിരിക്കാൻ പറ്റൂലല്ലോ, ഒരു വർഷം ആണ് ഉള്ള ട്രെയിനിങ്. ഇപ്പോൾ ഓഗസ്റ്റിൽ കഴിയും കേട്ടോ. അതുവരെ എങ്ങനെയെങ്കിലും തട്ടി മൂട്ടി പോകും. പിന്നെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കാം, അല്ലെങ്കിൽ നല്ല സ്ഥലത്തൊക്കെ വേറെ നമുക്ക് പെട്ടെന്ന് പോയി വരാനുള്ള സ്ഥലത്തൊക്കെ നോക്കാമല്ലോ. അങ്ങനെ എന്തായാലും ഇതാ ഓരോന്ന് ഓക്ക് പിന്നെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ഓളെ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒക്കെ എടുത്തുക്കണോ, അതെടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കണത് കേട്ടോ. പക്ഷേ ഈ പോക്ക് പോയിട്ട് ബസ് സ്റ്റാൻഡിൽ എത്താനായപ്പോഴാണ് ഫോണിൽ ചാർജർ എടുത്തിട്ടില്ല. അപ്പോൾ ഐഫോൺ ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലായിടത്തും ചാർജർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓള് പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്ന് ചാർജർ എടുത്ത് കൊണ്ടുപോയിട്ട് അതൊന്നും പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതാ അവള് പോവാണ്. ഇതും ആണെങ്കിൽ ഈ രാവിലെ നേരത്തെ മദ്രസക്ക് ഇപ്പോൾ 6:30 കേട്ടോ മദ്രസ്. അതുകൊണ്ട് തന്നെ നോക്ക് ഭയങ്കര എന്താ പറയുക 5:30 5:45 എണീക്കും. പിന്നെ നിസ്കാരം കാര്യം കഴിഞ്ഞ് പോകണ്ടേ. അപ്പോൾ ഓളും ഉളപ്പച്ചും കൂടി ജസ്റ്റ് ഒന്ന് നടക്കാനും പോലെ ഉണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് ഗ്രൗണ്ടിലൊന്ന് കറങ്ങും. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ടയേർഡാണ്. ഇനിയിപ്പോൾ ഓള് ഉറക്കം വന്നിരിക്കുന്നത് നല്ലോണം. ഓളിപ്പം അങ്ങോട്ട് കിടന്ന് ഉറങ്ങും. എന്തായാലും പിന്നെ ഞാൻ ക്ലീനിങ് പരിപാടിക്കൊക്കെ നിന്നു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുപ്പരുതാ പള്ളിക്കൊന്നൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ. പിന്നെ അപ്പോൾക്ക് നീനുട്ടി അവിടെ എത്തിയെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. എന്താ ബിരിയാണി കഴിച്ചത്. രാവിലെ അപ്പൊക്കെ ഓല് തിന്നിട്ടുണ്ടായിരുന്നു. ഇതും മുതൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റാണ് ആ വരുന്നത് കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുത്തപ്പോൾ ഒക്കെ പറ്റിയില്ല. ആ ബിരിയാണിക്ക് മീൻകറി കൂട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മീൻകറി എന്ന് പറഞ്ഞാൽ എത്ര ജീവനാണ് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ മീൻകറിയാണ്. പക്ഷേ ഇപ്പോഴും ആ ചട്ടി ചൂടാക്കി ഇങ്ങനെ കഴിക്കുക എന്നുള്ളത് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബിരിയാണി വിളമ്പി കൊടുത്തപ്പോൾ പിന്നീട് പറയാം ആ മീൻകറീൻ്റെ ചട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്. അത് വേറെ പാത്രത്തിലൊന്നും എടുക്കേണ്ട ചട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ആ ചട്ടിയിൽ നിന്ന് അങ്ങനെ ബിരിയാണിക്ക് ഒഴിച്ച് കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇതാ ഈ മസാലയും കൂട്ടി എനിക്ക് ബിരിയാണീൻ്റെ മസാല അങ്ങനെ കൂടുതൽ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് നല്ല ക്ഷീണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയങ്ങൾ. അടുത്ത ഇടയായിട്ട്